ശാരീരികമായ ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോഴും മുന്നോട്ട് ഞാനായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായ ക്ഷീണവും ഒക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, രാവിലെ മുതലുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം ശക്തീകരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 68:6 വായിക്കാം. സങ്കീർത്തനങ്ങൾ 68:6. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടിവിച്ച് സൗഭാഗ്യത്തിലാക്കും. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്നത്തെ വചനം ഞങ്ങൾക്ക് ഏവർക്കും ശേഷാൽ അങ്ങേ ആൻറ്റിക്കും കുടുംബത്തിനും അനുഗ്രഹമാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ചെറിയ പാസ്റ്റർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഇന്നത്തെ ഈ കുടുംബ കൂട്ടായ്മ നമ്മുടെ സഭയിൽ വെച്ചാണോ അല്ലോ എന്നാൽ ഇതിന് അധ്യക്ഷനായിരിക്കാൻ തക്കവണ്ണം കർത്താവ് അനുഗ്രഹിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഏകാന്തതയിൽ നിന്ന് കുടുംബത്തിലേക്കും ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും അല്ലെങ്കിൽ വിടുതലിലേക്കും നയിക്കുന്ന ദൈവം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഏകാന്തതയിൽ നിന്ന് കുടുംബത്തിലേക്ക്. ആ വായിച്ച സങ്കീർത്തനം അങ്ങനല്ലേ? ആമേൻ. അവനെ ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടിവെച്ച് സൗഭാഗ്യത്തിലാക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം ഏകാന്തതയിൽ നിന്ന് കുടുംബത്തിലേക്കും ബന്ധനങ്ങളിൽ നിന്ന് സൗഭാഗ്യത്തിലേക്കും കൊണ്ടുപോകുന്ന ദൈവം, അല്ലെങ്കിൽ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം. ഇന്ന് പ്രിയ ഷാഡത്തിന്റെ പൈതല് നമ്മളോടുകൂടെ ഉണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതല് വരുന്നു എന്നുള്ള കാര്യം കേട്ടു. രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഏകാന്തത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഏകാന്തത. ഏകാന്തതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന ആളുകളോട് ചോദിച്ചു. അപ്പോൾ ഏകാന്തത എന്ന് പറയുമ്പോൾ അതൊരു വേദനയുണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ ഒറ്റയ്ക്ക് വിശ്വാസാനുഭവത്തിൽ വരുന്ന പ്രിയമുള്ളവർക്ക് വരുന്ന അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാരം. ആ ഭാരം വീട്ടിലെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട് അല്ലേ? ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പലരും വീട്ടിലുണ്ട്. ഒറ്റയ്ക്ക് വിശ്വാസം നിൽക്കുന്നത്. ഞാൻ പറയുന്ന ആ വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കൂ. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പലരുമുണ്ട്. പക്ഷേ അവർ വീട്ടിനകത്ത് ആത്മീയമായ ഏകാന്തത അനുഭവിക്കുകയാണ്. കൂട്ടത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ, മനസ്സിന് ഒരു വേദന വന്നാൽ അതൊന്ന് ഇറക്കി വെക്കാൻ, ആ വിഷയത്തിന് വേണ്ടി ഒന്ന് ആശ്വസിപ്പിക്കാൻ, വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ആമേൻ, ഒന്ന് ധൈര്യം തരാൻ ആരുമില്ല. സോനുമോനെ ഇച്ചിരി വെള്ളം മനസ്സിലാവും. അതാണ് ഏകാന്തത എന്ന് പറയുന്നത്. വീട്ടിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനൊരു പ്രയാസത്തിലാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് മക്കളോട് പറയാനില്ല. പറഞ്ഞാൽ അവരെ പരിഹസിക്കും. ഭർത്താവിനോട് പറയാൻ പറ്റില്ല.
ഭാര്യയോട് പറയാൻ പറ്റില്ല. ആമേൻ. ആരോട് പറയാൻ പറ്റില്ല. സഭയിലെ പാസ്റ്ററോട് പറയാന്ന് വെച്ചാൽ പാസ്റ്റർക്ക് മൊത്തം തിരക്കാം. ഞാൻ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല. എനിക്ക് തിരക്കാന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ കൂട്ടുവിശ്വാസികളോട് പറയാൻ വിചാരിച്ചാൽ ആർക്കും കേൾക്കാൻ സമയമല്ല. കാരണം അവിടെ പ്രശ്നങ്ങൾ ഇതൊന്നും ഇറക്കി വെക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ കൂട്ടുവിശ്വാസികളോട് പറയാൻ തുടങ്ങുമ്പോൾ അവര് മനസ്സിൽ പറയും, ഇതിനേക്കാളും വലിയ വിഷയം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, നമുക്ക് ആത്മീയമായി ഒരു സപ്പോർട്ട് തരാൻ നമുക്ക് വീട്ടിനകത്ത് ആളുണ്ടെങ്കിൽ, നമുക്കൊന്ന് കൈത്താങ്ങൽ തരാൻ ഒരു ആശ്വാസവാക്കം മതി. കർത്താവ് ആ വിഷയത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളൊരു ആശ്വാസ വാക്ക് നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന്, നമ്മളെപ്പോഴും ഇടപെടുന്നവരിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നമുക്കുണ്ടായാൽ നമ്മുടെ ഏകാന്തത മാറും. നമ്മുടെ വിഷയം അവൻ ഏകാകികളെ കുടുംബത്തിൽ രണ്ട് ഭാഗമാണ്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ചിന്തിക്കുന്നത്. അവൻ ഏകാകികളെ കുടുംബത്തിൽ, വീട്ടിലുണ്ടായിട്ടും ഏകാന്തത അനുഭവിക്കുന്നവർ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങളുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിക്കാം എന്ന് ഭർത്താവിനോട് പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ആമേൻ. ഭർത്താവ് പറയും, പിന്നെ നിന്റെ പ്രാർത്ഥന അല്ലേ. അപ്പൊ കുടുംബം ഉണ്ടായിട്ടും ആദ്യമായി ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ ഒരു വേദന, അതാണ് ഏകാകികൾ. ആമേൻ. മറ്റു പല നിലകളിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന വേദന ഒറ്റയ്ക്ക് ആ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കും. ആത്മീയ ഭാരം. ആ കുടുംബത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടും. ആ കുടുംബത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടും. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കുടുംബം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ. കർത്താവിന്റെ പ്രാർത്ഥന അതാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതാണ്. ദുഷ്ടന്റെ കയ്യിൽ അങ്ങ് അവരെ ഏൽപ്പിക്കരുത്. കർത്താവിന്റെ പ്രാർത്ഥന, യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത് മഹാപുരോഹിത പ്രാർത്ഥനയാണ്. അതാണ് കർത്താവിന്റെ യഥാർത്ഥമായ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഈ വണ്ണം പ്രാർത്ഥിപ്പേ. അത് പ്രാർത്ഥിക്കേണ്ടത് ഒരു മാതൃകയാകുന്നെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ആമേൻ, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, താൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള മഹാപുരോഹിത പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഭവിച്ച ഈ ഏകാന്തത കർത്താവ് അനുഭവിച്ചത് എവിടെയാ? ഗത്സമനയിൽ 11 പേര് ഒരുത്തൻ പോയി, ബാക്കി 11 പേരുണ്ട്. കുറച്ചു മുമ്പ് എന്തോ മത്സരമായിരുന്നേ, ഇടതോ വലതും ഇരിക്കാൻ ഭയങ്കര മത്സരമായിരുന്നു. ഇടതും വലതും ഇരിക്കാൻ എന്താ ഇടിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളി മറിച്ചിട്ടിട്ടാണ് കർത്താവിന്റെ അടുത്ത സീറ്റ് പിടിച്ചത്. എനിക്ക് തോന്നുന്ന ആളുകളൊക്കെ ഉച്ചക്കേ പോയി സീറ്റ് പിടിച്ച. ഞങ്ങൾ വാഗാ അതിർത്തിയിൽ ഒന്ന് കാണാൻ വേണ്ടി പോയി. വാഗാ അതിർത്തി പഞ്ചാബ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ പെട്ടെന്ന് പോയി കാണാം. താഴത്തെ അവിടെ പോയി ഇരിപ്പിടത്തിൽ ആ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പരേഡ് ഒന്ന് കാണാം എന്ന് വിചാരിച്ച്. അപ്പൊ ഞങ്ങളോട് ആൾക്കാരോട് നേരത്തെ പോണം കേട്ടോ, ഒരുപാട് പോണം. അപ്പൊ എരിപൊരിയുന്ന വെയിലാണ്. അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴെല്ലാം കാണുന്നത് 5 നില കെട്ടിടത്തിന്റെ ഉയരത്തിലുള്ള വിധമായിരിക്കുന്ന ഗാലറി പോലെ ഇങ്ങനെ കിടക്കുക. 5 നിലയോ അങ്ങാണ്ടുണ്ടോ, മിനിമം 5 നിലയുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഫുള്ള് നിറഞ്ഞു. താഴെ ഇരിക്കാൻ ഒരു സീറ്റില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ? അവൻ നേരത്തെ പോയി ആളുകള് പോയിരുന്നു. ഇതുപോലെയാ. പത്രോസൊക്കെ ഉച്ച പോലെ ഇരിപ്പടോ യോഗനാനൊക്കെ കർത്താവിന് ഇട്ടിരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ തുടങ്ങി. ഉച്ച മുതലേ തുടങ്ങി കാണും ഇരിപ്പം. ആമേൻ. എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ. പക്ഷേ ഏകനായി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ അടുത്തിരിക്കാൻ ആളില്ല.
കല്ലേറ് ദൂരം ഒരു കർത്താവ് കരയുന്നതും ഈ മനോവേദനയും ഈ ഭാരവും ഈ നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. കർത്താവേ, എന്ത് പറ്റിയെന്ന് പറയാൻ, കർത്താവേ എന്ത് പറ്റി എന്ന് പറയാൻ ഒരാളില്ല. ഇതാണ് ഏകാന്തത. എല്ലാവരും ഉണ്ട്, പക്ഷെ തക്ക സമയമായപ്പോൾ നമുക്കൊരു ആത്മീയ സപ്പോർട്ട് തരാൻ ആളില്ല. കരയുയർത്തി സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാൽ പ്രൈസ് ദി ലോർഡ്. പിന്നെ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നാഴിക എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ഏകാന്തത അനുഭവിച്ചതാണ്. ഈ ഏകാന്തതയുടെ ഭാരം കർത്താവിന് അറിയാം. കുടുംബമുണ്ടായിട്ട് ഒറ്റപ്പെട്ടു പോയതിന്റെ വേദന. നമ്മൾ പറയുന്ന ഏകാകികളെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. കുടുംബമുണ്ടായിട്ടും വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ചേട്ടനുണ്ട്, അച്ചായനുണ്ട്, അവളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഒരു ശബ്ദം ഉണ്ടാകും. എല്ലാവരും വീട്ടിലുണ്ട്, പക്ഷെ എനിക്കാരും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു കാണും, സാധ്യതയുണ്ട്. അവൻ ആരൊക്കെ ഉണ്ട് വീട്ടില്? ഇന്നാരൊക്കെ ഉണ്ട് കേട്ടോ, മക്കളുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഒരു ശബ്ദം ഉണ്ടാകും. എല്ലാവരും ഉണ്ട്, പക്ഷെ എനിക്കാരും ഇല്ല. ഇതാണ് ഏകാകികൾ. കറി വെക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ആളുകൾ ചുറ്റും ഉണ്ടായിട്ടും ആരുമില്ലാത്തതിന്റെ ഒരു ശൂന്യത അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വൈതലേ, നിന്റെ കൂടെ കർത്താവ്. ഗെത്സമനിയിൽ നമ്മുടെ കർത്താവ് ഒറ്റയ്ക്ക്, പക്ഷേ ശിഷ്യന്മാർ അപ്പുറത്തുണ്ട്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് കർത്താവിനെ ശുശ്രൂഷിച്ചു. കാര്യമായിട്ട് സ്തോത്രം ചെയ്ത ആരും നിനക്കില്ലെങ്കിൽ നിന്റെ തക്ക സമയത്ത് നിനക്ക് വേണ്ടി നിന്നെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കും. കർത്താവിന് വേണ്ടി ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്ത ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് മരിച്ച് കാക്ക കൊത്തിപ്പറിക്കാൻ ദൈവം അനുവദിച്ചോ? കഴുകന്മാർ കൊത്തിപ്പറിക്കാൻ ദൈവം അനുവദിച്ചോ? ഇല്ല. ദൈവം തന്റെ ദൂതനെ അയച്ചെങ്കിൽ ദൈവത്തിന്റെ വൈദ്യരെ നീ ദേശത്ത് ലജ്ജപാത്രമായി തീരാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ വിശ്വാസത്തിൽ പച്ച പിടിച്ച്, വിശ്വാസത്തിൽ സമർത്ഥയോടെ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നിനക്ക് വേണ്ടി ദൈവം വീര്യം പ്രവർത്തിക്കും. അതുപോലെയാണ് ആ സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗം വായിച്ച്, അല്ലല്ല നമ്മൾ വായിച്ച ഭാഗം, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കും. വീട്ടിനകത്ത് ബന്ധനമുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഒരാത്മീയമായി നിൽക്കുന്ന ദൈവ പൈതലിന് വീട്ടിനകത്ത് ബന്ധനമുണ്ടെങ്കിൽ ആ ബന്ധനം നേരിട്ട് ബാധിക്കുന്നത് വേറെ ആരെയല്ല, ദൈവം. വിശ്വാസത്തിലൂടെ നിൽക്കുന്നവരെയാണ് ഈ പോരാടുന്നത്. വീട്ടിനകത്ത് ബന്ധനം, അതേതെല്ലാം തരത്തിലുള്ള ബന്ധനമുണ്ട്. പാപബന്ധനം, ലഹരിയുടെ ബന്ധനം. വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വരുന്ന ദൈവമക്കൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒന്നാണ് വീട്ടിനകത്തെ ലഹരി, മദ്യപാനം, അങ്ങനെ പലതും. വീട്ടിനകത്ത് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വീട്ടിനകത്ത് ഭർത്താവ് വന്ന് മദ്യമൊഴിച്ച് ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഉടഞ്ഞു പോകുന്നത് ഗ്ലാസ് അല്ല, ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവ പൈതലിന്റെ ഹൃദയമാണ് അവിടെ ഉടയുന്നത്. ദൈവത്തിന്റെ പൈതലേ, ലഹരിയിൽ നിന്നൊരു മോചനം നിന്റെ കുടുംബത്തിന് തരാൻ ദൈവം ശക്തനാണ്. നിന്റെ തലമുറയ്ക്ക് തരാൻ ദൈവം ശക്തനാണ്. നിന്റെ ഭർത്താവിന് ദൈവം തരാൻ ശക്തനാണ്. Praise the Lord. Praise the Lord. Praise the Lord. Oh, hallelujah.
ഒരു നാള് കൈവിടില്ല, ഒരു നാളും മറക്കി പാടില്ല. ഒരു നാളും കൈവിടില്ല, ഒരു നാളും മറക്കുകയില്ല. ഒരു നാളും മറക്കുകയില്ല എന്റെ യേശു. ഇന്നായോളം എന്നെ നടത്തി, ഇന്നായോളം എന്റെ യേശു അവനെന്നും മതിയായവൻ. എന്റെ യേശു മറ്റൊന്നാണ് കടബാധ്യതയുടെ ബന്ധനം. ഞാൻ അതുകൊണ്ട് എപ്പോഴും പ്രിയമുള്ളവരോട് പറയുന്നത്, കടബാധ്യതയിൽ കുടുങ്ങിപ്പോകരുത്. ഉള്ളത് മതി, വീട് ചെറുതാണോ ഉള്ളത് മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കടം വാങ്ങിയിട്ട് എന്നെ എത്ര പേരാ വിളിക്കുന്നറിയാം, എത്ര പേര് ഒരു ദിവസം ആരെ കൊണ്ടെല്ലാം റെക്കമെൻഡ് ചെയ്യിച്ച് വിളിക്കുന്നുണ്ടെന്നറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമാണ് കേൾക്കുമ്പോൾ. 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെ കടം. എന്തിനാ? ഞാൻ ചോദിക്കും, എന്തിനാണ്? വീട് പണിക്കെടുത്ത. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പിന്നെ നോക്കത്തില്ല. എന്താ നോക്കാത്തതെന്ന് ചോദിച്ചാൽ, വീട് പണിക്ക് 10-15 ലക്ഷം രൂപയൊക്കെ നമ്മൾ ലോൺ എടുത്ത് വീട് പണിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അത് തീർക്കാനുള്ള ഒരു വഴി ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ചാൽ, കാരണം വീട് പണിക്ക് വേണ്ടി ലോൺ എടുത്തിട്ട് അതിന് അതിന്റെ ജപ്തിന്ന് ഒഴിവാക്കാൻ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് പൊതുവെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ഉള്ളത് കൊണ്ട് മതി, സന്തോഷം. ദൈവം തരുന്നത് എന്തും ഉള്ളത് കൊണ്ട് അനുഭവിക്കുക എന്നുള്ളതാണ്. കടബാധ്യത, രോഗം, ഭയം, കുറ്റബോധം, നിരാശ, ഇതെല്ലാം ഏകാഗിയായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ഒരു കുടുംബത്തിൽ കണ്ട് ദൈവത്തിന് നിലവിളിക്കുന്ന ഒരു അനുഭവമാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പാപബന്ധനം ഭവനത്തിനകത്ത്, ലഹരിയുടെ ബന്ധനം ഭവനത്തിനകത്ത്, കടബാധ്യതയുടെ ബന്ധനം ഭവനത്തിനകത്ത്, രോഗത്തിന്റെ ബന്ധനം, ഭയത്താമേൻ പല രോഗങ്ങളും, മദ്യപാനം കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളും. കുടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കുടി നിർത്തത്തില്ല, കുടിച്ചോണ്ടേയിരിക്കും. കരള് നശിച്ചു പോയാലും കുടി നിർത്തില്ല. പുകവലിച്ച് ശ്വാസകോശം പൊട്ടിപ്പോയാലും വലിക്കല്ലേ അച്ചായ എന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറയാൻ പറ്റത്തില്ല, എന്താ വലിച്ചെറിയുന്നെന്ന് അറിയത്തില്ല. പക്ഷെ ആരാ അനുഭവിക്കുന്നത്? ആരാണ് ഇതിന്റെ മധ്യത്തിൽ വീണുപോയാൽ ആരാ നിൽക്കേണ്ടത്? ദൈവത്തിന് സന്നിധി നിൽക്കുന്ന ഒരു ദൈവവേദന ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? തള്ളിക്കളയാൻ പറ്റുമോ? ഒരേകാകിയെ പോലെ ഭാരങ്ങൾ ഉള്ളിൽ ഞെരുക്കി, വേദനകൾ ഉള്ളിൽ നിറച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ, നിനക്കുള്ള മറുപടിയാണ് 68-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം. ഒന്നുകൂടെ വായിക്കാം. ദൈവ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ഒരു മറുപടിയാണ് നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നത്. വിശ്വാസത്തോടെ ഏറ്റെടുക്കണം, വിശ്വാസത്തോടെ ധൈര്യമായിട്ട് ഏറ്റെടുക്കണം, വിശ്വാസത്തോടെ ഏറ്റെടുക്കണം, ഒരു വാറ്റത്തെ വിഷയമായി ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 68 എഴുതിയത് ഒരു വിജയകരമായ യാത്രയ്ക്കാണ്.
ഈ യാത്ര ദൈവം നയിക്കുന്ന ഒരു യാത്രയാണ്. ഒരു യുദ്ധത്തിൽ ജയിച്ച് പോകുന്നത് പോലെ ദൈവജനം ഈ പാട്ടുപാടി മുന്നോട്ട് പോകുമ്പോൾ ഓർക്കണം, എന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒന്നല്ല, നിന്റെ കട്ടനയിലും പാടാനുള്ളൊരു കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ വേദനയിലും പ്രാർത്ഥിക്കാനൊരു കൃപ നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിലും പാടാനൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് അതില്ല, പക്ഷെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നിന്നെ പിടിച്ചു നിർത്തുന്നത് ഇതാണ്. നിന്നെ പിടിച്ചു നിർത്തുന്ന ഇതാണ്. കട്ടനയിലും പാടാനുള്ളൊരു കൃപ. നിന്നെ കാണുന്ന ആളുകൾ ചോദിക്കും, നിനക്ക് പാടാൻ പറ്റുന്നുണ്ട്? ഈ വേദനയിൽ എങ്ങനെ നിനക്ക് പാടാൻ പറ്റും? നമ്മൾ ഈ സമാധാനത്തെ കുറിച്ചൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒന്നാണ്. കടലിന്റെ നടുവിൽ കടലില് ചില ഒറ്റപ്പെട്ടതായ പാറക്കെട്ടുകളുണ്ടാകും. ചെറിയ പാറക്കെട്ടുകളാണ് നമുക്ക് തോന്നും, പക്ഷെ ആഴത്തിലുള്ളതാണ്. പക്ഷെ കുറച്ച് മാത്രമാണ് ഇതിന് പൊങ്ങി നിൽക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പാറക്കെട്ടിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു 2-3 മരച്ചില്ലകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റും. പക്ഷേ അലറിയടിക്കുന്ന കാറ്റ് അവിടെ ഉണ്ടെങ്കിലും, തിരമാല അവിടെ ഉണ്ടെങ്കിലും, കൊടുങ്കാറ്റിന്റെ കാര്യമല്ല, തിരമാല അവിടെ ഉണ്ടെങ്കിലും, ആർത്തലച്ചു വരുന്ന കടൽ തിരമാലകൾ പാറ വന്ന് അടിച്ചിട്ട് ഇതങ്ങോട്ട് ഇങ്ങനെ തെറിച്ച് പോകുമ്പോഴും അതിന്റെ മധ്യേ സമാധാനത്തോടെ പാട്ടുപാടിയിരിക്കുന്ന കിളികളെ നമുക്ക് കാണാം. അവർ താഴേക്ക് നോക്കുന്നില്ല, അവർ കാറ്റിലേക്ക് നോക്കുന്നില്ല, തിരമാലയിലേക്ക് നോക്കുന്നില്ല, പ്രതിസന്ധിയിലേക്ക് നോക്കുന്നില്ല. ചോദിക്കും ആളുകൾ, എങ്ങനെയാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇരിക്കുന്നത്? അവർ പറയും, പ്രശ്നങ്ങളുടെ നടുവിൽ പാട്ട് പാടുന്നതാണ് സമാധാനം. സമാധാനം ഉണ്ടെങ്കിൽ പാടാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ചോദിച്ചാൽ കിളിക്ക് പറയാനുണ്ട്, ഇവിടെ തിരമാല ആഞ്ഞടിച്ച് ഈ മരം മുങ്ങുന്നു തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് അരുമനാഥൻ, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ സിസ്റ്റാവ് 2 ചിറക് തന്നിട്ടുണ്ട്. ഞങ്ങൾ പറന്നുയരും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പറന്നുയരും. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് 2 ചിറകുണ്ട്. ആ ചിറകിൽ ഞങ്ങൾ പറന്നുയരും. ദൈവത്തിന്റെ വൈദ്യുതി പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ വരുമ്പോൾ ആത്മാവിൽ പറക്കാൻ, ആത്മാവിൽ സ്വർഗത്തിലേക്ക് ഉയരുവാൻ, പൗലോസിനെ പോലെ 3-ാം സ്വർഗത്തോളം നീ ആത്മാവിൽ എടുക്കപ്പെടുവാനുള്ള ഒരു കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതാണ് കട്ടതയിൽ പാട്ട് പാടുന്ന ഒരു കൃപ. വേദനയിൽ പാട്ട് പാടുന്ന ഒരു കൃപ. എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ ആന്റിയോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, പേര് പറയുന്നില്ല, ഈ സമയത്ത് നിനക്ക് അങ്ങനെ പാടാൻ പറ്റും? ഞാൻ ഒരുപാട് നാള് അവിടെ കൂടെ ജീവിച്ചത്. പറയും, ഏത് പ്രതിസന്ധിയാണോ അതനുസരിച്ച് പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. പാട്ട് ഉണ്ടാക്കി പാടുകയല്ല, പാട്ട് തെരഞ്ഞെടുത്ത സിയോ ഗീതാവലിയൊക്കെ തപ്പിപ്പിടിച്ച് എന്നാ ഇത് പറ്റിയൊരു പാട്ട് പാടാമെന്നല്ല. പക്ഷെ പ്രതിസന്ധി വരുമ്പോൾ ഒരു പാട്ട് ഹൃദയത്തിൽ വരികയാണ്, അതിൽ നിന്നൊരു സമാധാനം ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജനത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം. ഇത് ദൈവത്തിന് നിയമപട്ടവും ചുമന്നത് കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് അല്ല ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ജനത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം. ജനത്തെ മുന്നോട്ട് നയിക്കുമ്പോഴും പുറകെ നിൽക്കുന്നവരെ മറക്കാത്തൊരു ദൈവം. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ മക്കൾ വിടുതൽ പ്രാപിച്ച് മിസ്രൈമിൽ നിന്ന് വരികയാണ്. മുമ്പിൽ ചെങ്കടൽ നിൽക്കുന്നു, പുറകിൽ ഫറവോനും സൈന്യവും വരികയാണ്. വായിച്ചാട്ടെ പുറപ്പാട് പുസ്തകം 14:19. പുറകിലാകുന്നവരെ മറക്കാത്ത ദൈവം,
അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ആമേ. ദൈവദൂതൻ ഇതുവരെ എവിടെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. എവിടെയായിരുന്നു? അവരുടെ മുമ്പ് ലയിച്ച ദൈവത്തിന്റെ ദൂതൻ. അത് കർത്താവായ യേശു കർത്താവാണെന്നാണ് ആമേൻ വചനം വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്, വചന പണ്ഡിതന്മാർ പറയുന്നത്, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന സൈന്യമാണ്. ഇത് സൈന്യമല്ല. ഇന്ന് വരെ ഇവിടെ യുദ്ധം ചെയ്തിട്ടില്ല. അടികൊണ്ട് പരിചയമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ വരുന്നേ അടിമത്തം കഴിഞ്ഞ് വരുന്ന വരവാ. ഒരു ദൈവം വിളിക്കുന്നത് സൈന്യമാണ്. വാളുണ്ടോ? പടച്ചട്ടയുണ്ടോ? ആമേൻ. പരിചയമുണ്ടോ? ഒന്നുമില്ല. പിന്നെ അങ്ങനെ സൈന്യമാകുന്നു. ആമേൻ. സൈന്യമാകാനൊരു കാരണമുണ്ട്. സൈന്യത്തിന്റെ അധിപനാ മുമ്പേ പോയത്. ഇപ്പൊ സൈന്യത്തിന്റെ അധിപൻ പുറകെ വന്നിരിക്കുകയാണ്. സൈന്യത്തിന്റെ അധിപൻ പുറകിൽ വന്നിരിക്കുമ്പോൾ ആ സൈന്യത്തിന്റെ അധിപൻ മാത്രം മതി യുദ്ധം ജയിക്കാൻ. ദൈവത്തിന് കൂടെ നിന്നത്. അതുകൊണ്ടാണ് ആമേൻ മോശ പറഞ്ഞത്, നിങ്ങൾ ഉറച്ചു നിൽപ്പി. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അലറണ്ട, നിലവിളിക്കണ്ട. നിങ്ങൾ ഉറച്ചു നിന്നാൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കർത്താവ് പറയുന്നത്, നിന്റെ ഭവനത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നിന്നെ ആ ഭവനത്തിലാക്കിയ ഞാനാ. നിന്നെ ആ ഭവനത്തിലാക്കി അയച്ചോ ഞാനാ. അപ്പൊ നീ ഇതുവരെ നിന്നത്, നിന്നെ അവിടെ ആക്കിയെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ച് ഉത്തരവാദിത്വം. ഞാൻ നിന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അപ്പൊ നിനക്കൊരു പ്രയാസം വന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വരുവോടെ. അയച്ചോ ഞാനാ. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവൻ ശിഷ്യന്മാരെ കർത്താവ് അവൻ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചയച്ചു. പക്ഷേ കർത്താവ് മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പടകം മുങ്ങുന്നെന്ന് തോന്നിയപ്പോൾ കർത്താവ് പ്രാർത്ഥന നിർത്തിയിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. കാരണം അയച്ചവൻ കർത്താവാണെങ്കിൽ മുങ്ങാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. അയച്ചവൻ ദൈവമാണെങ്കിൽ മുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ട്. വാക്ക് പറഞ്ഞവൻ മാറിയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെ വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാം. നിന്നോട് വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. ആകാശവും ഭൂമിയും. ആമേൻ. അതുകൊണ്ട് കർത്താവ് ചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിന്നാലെ നടന്നു. എന്താ പിന്നാലെ നടന്നത്? അപ്പൊ മേഘസ്തംഭവും അവിടെ മുമ്പിൽ നിന്ന് മാറി അവിടെ പിമ്പിൽ പോയി നിന്നു. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ചെങ്കടലില്ല. ഈ മിസ്രൈമിലെ സൈന്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ഞാൻ പിടിക്കും, പിന്തുടരും എന്നാണ് നമ്മളെ ഭാഗങ്ങൾ വായിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അപ്പൊ ഇത് വെല്ലുവിളിച്ചുകൊണ്ടാണ് വാളുമായിട്ട് വരുന്നത്. അപ്പോൾ അവൻ ആദ്യം വന്നാൽ സംഹരിക്കുന്നത് പുറകെ നിൽക്കുന്നവരെയാണ്. ആമേൻ. മോശ എവിടെ നിൽക്കുന്നേ? ചെങ്കടലിന്റെ അടുത്ത് നിൽക്കുക. കാരണം കൽപ്പന വന്നാൽ ഉടനെ വഴി നീട്ടാൻ വേണ്ടി നിൽക്കുക. പക്ഷെ പുറകെ നിൽക്കുന്ന ജനത്തിന് സംരക്ഷിക്കാൻ ദൈവത്തിന്റെ ദൂതൻ പുറകിൽ വന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ടത്, മുന്നിൽ നിന്ന് നയിക്കുന്ന ദൈവം പുറകെ നിൽക്കുന്ന ദൈവജനത്തിന് തകർച്ച വരുമെന്ന് തോന്നിയപ്പോൾ, അവർക്ക് അവരുടെ മേൽ ശത്രു തൊടുമെന്ന് തോന്നിയപ്പോൾ, അവര് തകർക്കാൻ ശത്രു വരുമ്പോൾ മുമ്പേ പോയ ദൈവത്തിന്റെ ദൂതൻ പുറകിലെ ജനത്തിന്റെ മുമ്പിൽ വന്നത്. എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് വന്ന ഇസ്രായേൽ സൈന്യത്തിനും മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിനും മധ്യേ കർത്താവ് വന്നങ്ങ് നിന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്നെ മുമ്പേ ദൈവം നയിക്കുന്നെങ്കിൽ നിന്റെ പുറകിലും ദൈവം വിശ്വസ്തനാണെന്ന് നീ മറക്കരുത്. മുമ്പിൽ ദൈവം നിനക്ക് വിശ്വസ്തനാണെങ്കിൽ പുറകിലും ദൈവം വിശ്വസ്തനാണ്. മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നെങ്കിൽ പുറകിലും ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. കര ഉയർത്തിയെന്ന സ്തോത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാത്രി മുഴുവനും മിസ്രയീമിന്റെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം
അത് അവയുടെ മധ്യേ വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് ശത്രു തൊടാതെ, ശത്രു തൊടാതെ, ശത്രു തൊടാതെ, ശത്രു തൊടാതെ ഇടിവിൽ നിൽക്കുന്ന ദൈവം നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോബിനെ മുഴുവൻ നശിപ്പിക്കണമെന്ന പിശാച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം അതിന് നടുക്ക് നിൽക്കുകയാണ്. ദൈവം നടുക്ക് നിന്നുകൊണ്ട് പറഞ്ഞു, അവന്റെ ശരീരത്തെ വരെ നിനക്ക് തൊടാം, പക്ഷെ അവന്റെ ആത്മാവിനെ നീ തൊടരുത്. കാരണം അവന്റെ പ്രാണനെ നീ തൊടരുത്. നടുവിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി. നടുവിൽ നിൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിനക്കെതിരെ അപവാദങ്ങൾ പിശാച് പറയുമ്പോൾ, ഓ നിന്റെ മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റി വെടുപ്പായ വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്റെ ശുശ്രൂഷകളിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ, പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ, ചില മേഖലകളിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ പരാജയപ്പെടുത്താത്ത ഒരു കർത്താവ് നിനക്കുണ്ട്. നിനക്ക് വേണ്ടി ഒരു മധ്യസ്ഥ സ്വർഗത്തിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു കർത്താവ് നിനക്കൊരു മധ്യസ്ഥനായിട്ട് നിന്റെ മധ്യ ഉണ്ട്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവം സ്വർഗത്തിലിരിക്കുന്ന ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. പക്ഷേ സ്വർഗത്തിലിരിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ ഒരു ഭാഗത്ത് പരിചയപ്പെടുന്നതെങ്കിൽ, ഇസ്രായേൽ മക്കളുടെ കണ്ണുനീര് കേട്ട്, നിലവിളി കേട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു മുൾപ്പടർപ്പിന്റെ അകത്ത് വന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ഓ നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ വേദന കാണുന്ന, നിന്റെ നൊമ്പരം കാണുന്ന, നിന്റെ സർവശക്തനായിരിക്കുന്ന ദൈവം, സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം മാത്രമല്ല, നിനക്ക് വേണ്ടി താഴെ വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം കൂടിയാണ്. ആർക്ക് വേണ്ടിയാ? ഏകാകികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഇനി പാടുന്ന ഭാഗത്തേക്ക് ഞാൻ അതിന്റെ ചരിത്ര ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്, പക്ഷെ ഏകാന്തതയാണ്. അപ്പോൾ ആളുകൾ ഇല്ലാത്തതല്ല പ്രശ്നം, എല്ലാവരും ഉണ്ടായിട്ടും നീ അനുഭവിക്കുന്ന ഒരു ഏകാന്തത. ആളുകൾ ഇല്ലാത്തതല്ല പ്രശ്നം, നീ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നതും, നീ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, നീ ഉപവസിക്കുന്നതും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അംഗീകാരമില്ലായ്മയാണ് ഏകാന്തത. മക്കൾ പറയുന്നല്ല, ഈ കുടുംബം നിലനിൽക്കുന്ന എന്റെ അമ്മ പ്രാർത്ഥിച്ചിട്ടാ, എന്റെ അമ്മ ഉപവസിച്ചിട്ട്, എന്റെ അമ്മ ജോലി എടുത്തോണ്ട് വരുന്നതുകൊണ്ടാ ഈ കുടുംബം പോകുന്നത്. ഭർത്താവ് പറയുന്നില്ല, ആമേൻ ആമേൻ ആമേൻ, ഈ വീട്ടിലാവുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവൾ കഷ്ടപ്പെട്ടിട്ടാന്ന് ചിലപ്പോ ഭർത്താവ് പറയണമെന്നില്ല, ഭാര്യ പറയണമെന്നില്ല, പ്രേക്ഷിതല്ലോ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല, മക്കൾ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ അംഗീകാരമില്ലായ്മയും ഏകാന്തതയാണ്. പ്രേക്ഷിതല്ലോ ശരിയല്ലേ? എത്രയോ അധ്വാനിക്കുന്നു, പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന സഹോദരിമാര് വെളുപ്പിനെ എഴുന്നേക്കും. ഉറക്കം കിട്ടുന്നത് താമസമാണ്. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന ഭർത്താവിനും പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും താൻ അത് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോവുകയാണ്, തനിക്കുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. ആ സമയം ഭർത്താവ് കിടന്നുറങ്ങിയായിരിക്കാം, കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുകയായിരിക്കും. പക്ഷെ ഭാര്യ ഒരു ശബ്ദമുണ്ടാക്കാതെ, പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ, ഭർത്താവിന് അവൻ ഉറക്കത്തിന് ഭംഗം വരാതെ, മക്കൾക്ക് ഉറക്കത്തിന് ഭംഗം വരാതെ അടുക്കളയിൽ അധ്വാനിക്കുകയായി. താമസിച്ചു പോയാൽ മക്കൾ വഴക്ക് പറയും, താമസിച്ചു പോയാൽ ഭർത്താവ് വഴക്ക് പറയും. ഒരു കൈത്താങ്ങലില്ല വീട്ടിനകത്ത്. നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു കൈത്താങ്ങൽ, ഒരു ആശ്വാസ വാക്കുകളുമില്ല. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കുളിച്ച് എന്തോ കഴിച്ചെന്ന് വരുത്തി ഭർത്താവിനെ വിട്ടു, മക്കളെ വിട്ടു, എന്തോ കഴിച്ചെന്ന് വരുത്തി പെട്ടെന്ന് ജോലിക്ക് പോയി, അവിടുന്ന് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എവിടെയാണെങ്കിലും അധ്വാനിച്ച് തിരിച്ചു വരുമ്പോൾ ഭർത്താവാണ് ആദ്യം വരുന്ന, അമ്മേന് അവസാനം വരുന്നതെങ്കിൽ ഒരു ചായ ഇട്ട് ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുക ഭാര്യ. ഒരു അംഗീകാരം ഉണ്ടോ?
ചായ അല്പം താമസിച്ചാൽ, പല കുടുംബങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്, താമസിച്ചാൽ വഴക്ക്. പാത്രങ്ങളൊക്കെ പിന്നെ റോക്കറ്റ് പോലെ, ചില പാത്രങ്ങളൊക്കെ പിന്നെ ചന്ദ്രനിൽ പോയി പറക്കിയാൽ മതി. വീട്ടിനകത്ത് ഒരു അംഗീകാരമുണ്ടോ? ബന്ധങ്ങൾ എല്ലാവരും ഉണ്ട്, പക്ഷെ ബന്ധമുണ്ടോ? ആമേൻ. ഭാര്യ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഒരാവശ്യ സമയത്ത് ഒരു ബന്ധമുണ്ടോ? ചിലപ്പോൾ ബന്ധങ്ങളും ബന്ധനങ്ങളായിട്ട് മാറാറുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഏദൻ തോട്ടത്തിൽ വരെ ദൈവം ആദാമിന് ഹവ്വായെ നൽകിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം, ഇപ്പൊ ദൈവത്തിന്റെ പൈതലേ, അതിനാണ് കുടുംബം ഉണ്ടാക്കിയത്. ആ കുടുംബത്തിനകത്ത് മനുഷ്യൻ ഏകാഗിയാകരുതെന്ന് വിചാരിച്ചാണ് ദൈവം ഒരു കുടുംബം ഉണ്ടാക്കിയത്. പക്ഷേ ദൈവത്തിന്റെ പരിഹാരം ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനകത്ത് ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് സന്തോഷത്തോടുകൂടെ കഴിയണം. ആ വീട്ടിലെ ഭാരങ്ങൾ എല്ലാവരും പങ്കുവയ്ക്കണം. ആ വീട്ടിലെ ഇല്ലായ്മ എല്ലാവരും പങ്കുവയ്ക്കണം. ചോറിന് കറിയൊന്നുമില്ല, ഒരു പച്ചമുളകാണെങ്കിലും ആ പച്ചമുളക് വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും കൂടെ ഒരുമിച്ച് ഒരേപോലെ പങ്കിടണം. അവിടെയാണ് ആ കുടുംബത്തിനകത്ത് ഒരു സന്തോഷം ഉണ്ടാകുന്നത്. ചിക്കനും ബീഫും എല്ലാം വാങ്ങിച്ചു വെച്ച് കോഴിക്കാലും പിന്നെ അല്ലാത്ത കാലും പന്നിയിറച്ചി എല്ലാം വാങ്ങിച്ചു വെച്ചാലും കഴിക്കാനൊരു സമാധാനമില്ല, കഴിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വീടല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ എല്ലാവരും പരസ്പരം മനസ്സിലാക്കി ജീവിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്നേഹം, സംരക്ഷണം. പക്ഷെ കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, സംരക്ഷണം കിട്ടുന്നില്ല, ബന്ധത്തിൽ വില കിട്ടുന്നില്ല. പക്ഷെ ഒരു അനാഥനെ പോലെ കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് നീ ഇപ്പോഴൊരു ഭാഗമല്ലെന്ന് പലർക്കും തോന്നിയേക്കാം. നിന്റെ വിശ്വാസം കൊണ്ട് പലർക്കും ഈ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയല്ലെന്ന് നിന്റെ വീട്ടിലുള്ളവർക്ക് തോന്നിയേക്കാം, ആങ്ങളമാർക്ക് തോന്നിയേക്കാം, സഹോദരങ്ങൾക്ക് തോന്നിയേക്കാം, പലർക്കും തോന്നിയേക്കാം. പക്ഷെ നിന്റെ കുടുംബത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സ്ഥാനത്ത് ദൈവം നിന്നെ നിർത്തും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദ് അപ്പന്റെ വീട്ടിൽ എല്ലാവരും മറന്ന വ്യക്തിയാണ്. പക്ഷെ ദൈവം അവനെ ദാവീദിനെ കുടുംബത്തിലാക്കി. ദാവീദ് കാട്ടിൽ ഏകാകിയായി. പക്ഷേ ഈ കൂട്ടത്തിനകത്ത് കൂട്ടാൻ അപ്പനും സഹോദരങ്ങളും തയ്യാറായില്ല. ഭാഗങ്ങൾ പല നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശമൂവേൽ വന്നപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യമാണ്. അപ്പോഴാ ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പനും അമ്മയുടെ ചിന്ത, ഒരു കുടുംബത്തിനകത്ത് ഏറ്റവും വലിയ ചിന്ത, എനിക്ക് ഒരാളേ ഉള്ളൂ, അതൊരു അനുഭവസ്ഥനല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ അപ്പന്റെ അമ്മയുടെ ചിന്ത മൂത്തവനെ കുറിച്ചല്ല, ഇളയവനെ കുറിച്ചായിരുന്നു. അല്ലെങ്കിൽ എന്നോട് പറയട്ടെ, വന്നിട്ട് ഇളവനെ കുറിച്ചായിരിക്കും. കാരണം അവൻ ചെറുതാണ്, മൂത്തവരൊക്കെ ഇതിലെത്തി, ഇനി അവനെന്തെങ്കിലും നല്ല വഴിയിൽ എത്തണം. അപ്പനും അമ്മയൊക്കെ വീട്ടിലേക്ക് വരുമ്പോ, മക്കൾ വരുമ്പോൾ ആരും കാണാതെ ഇളയവന് മീൻ്റെ ഒരു വലിയ കഷ്ണം ചിലപ്പോൾ കൊടുത്തെന്ന് വരും, അല്ലേ? ഇതല്ലേ ഏശാവും പിന്നെ യാക്കോവും തമ്മിലുള്ള പ്രശ്നം. നല്ല കഷ്ണങ്ങളൊക്കെ ആർക്ക് കൊടുക്കും? ഏശാവ് വേട്ടയാടി പിടിച്ചോണ്ട് വരും. നല്ല കാട്ടുപോത്തിനൊക്കെ കൊണ്ടുവരുമ്പോ ചേട്ടൻ കാണാതെ, എന്റെ ചിന്ത പറയാണ്, ചേട്ടൻ കാണാതെ അമ്മ എന്ത് ചെയ്യും? നല്ല കഷ്ണമൊക്കെ ഏശാവിന് കൊടുക്കണം, മാറി യാക്കോവിന് കൊടുക്കും. അവനാരാ? ഇളയവനാണ്. ഇത് പറയാൻ കാര്യം എന്താ പറയാ, ദാവീദിനൊരു പരിഗണന കിട്ടണ്ടേ? മൂത്തവന്മാരെ മറന്നാല് ഇളവനെ മറക്കോ? നിങ്ങൾ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ.
നിങ്ങൾക്ക് പറയാം, മൂത്ത പിള്ളേരൊക്കെ ഇരിക്കുന്നത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും കാര്യം ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞു വന്നതിന് കാരണം, ആമേൻ, പ്രിയമുള്ളവരെ, അവൻ അപ്പന്റെ വീട്ടിൽ പേര് മറന്നുപോയി തക്ക സമയം. പക്ഷെ നമ്മൾ നോക്കി, കുടുംബത്തിൽ അവനെ കൂട്ടിയില്ലെന്നാണ് അർത്ഥം. കുടുംബത്തിൽ ഒന്നും വിടുന്നില്ലല്ലോ. കുടുംബത്തിൽ ഒരു വീട്ടിനകത്ത്, ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിയിരിക്കരുത്, വീട്ടിനകത്ത് 5 പിള്ളേർ, ഒരു പയ്യൻ, ഒരു മോൻ, മാനസികമായിട്ട് ഇത്തിരി കുഴപ്പമുള്ള ആള്, ഒരു ബുദ്ധിവൈഭവം ഇല്ലാത്ത, വേണ്ടത്ര ഇല്ലാത്ത ഒരു പയ്യനാണെന്ന് വെച്ചു. വലിയ തലയും നമ്മെ ഇങ്ങനെ വരച്ചൊക്കെ നടക്കുന്ന ഒരു പാർട്ടിയാണെന്ന് വെച്ചോ. ആ വീട്ടിലെ പയ്യന് പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്, അല്ല വീട് കാണാൻ പോവുക, എവരെ കൊണ്ടുപോകും. ചെറുക്കൻ്റെ വീട്ടുകാര് അല്ല പെണ്ണിന്റെ വീട്ടുകാര് വരുമ്പോഴും യവനെ എവിടെ വെക്കടാ, ഇങ്ങോട്ടൊക്കെ വരരുത് കേട്ടോ, പുറവശത്ത് നിന്നോ, നിന്നെ കണ്ടാൽ ഈ കല്യാണം ഇതൊന്നും നിങ്ങൾ ആർക്കും അറിയാൻ വയ്യാത്തതുപോലെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞത് ആർക്കും അറിയാൻ വയ്യാത്തവിടെ ഇരിക്കല്ലേ, ആമേൻ, മാറ്റി നിർത്തിയിരിക്കുക. കാരണം ഈ കുടുംബത്തിൽ അവനെ കൂട്ടിയിട്ടില്ലെന്നേ, കുടുംബത്തിൽ അവനെ കൂട്ടാൻ പറ്റില്ല. ഈ കുടുംബക്കാരനായിട്ട് അവനെ എണ്ണിട്ടില്ല. ഇത് തന്നെ ദാവീദിന് അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത്രയും സീരിയസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയ ദൈവം വീട്ടിനകത്ത് കൂട്ടാത്ത അവനെ ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ദൈവമാക്കി വെച്ചു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. അതാണ് ദൈവം പറയുന്നത്, അവൻ ഏകാകികളെ ഭവനത്തിൽ വസിക്കുമാറാക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. അവൻ സാധാരണ കുടുംബത്തിലേക്കല്ല, ദൈവം അവനെ രാജകുടുംബത്തിലേക്ക് ഉയർത്തി. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. രാജകുടുംബത്തിൽ മാത്രമല്ല, മിശിഹായുടെ കുടുംബത്തിലേക്ക് ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു സഹോദരിയുണ്ട്. ഈ സഹോദരിമാർക്ക് വിഷമം വേണ്ട. ദാവീദിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്ന് വിഷമം വേണ്ട. അവളുടെ പേരാണ് രൂത്ത്. വല്യമ്മച്ചിയ, ഞാൻ അവളെന്നാ വിളിക്കുന്നത്. നമ്മളെ പൊതു ശൈലിയാണ്. അവള് ദൈവത്തെ പോലും നമ്മൾ അവനെന്ന് വിളിച്ചു കളയല്ലേ, നീ എന്നൊക്കെ നമ്മൾ ദൈവത്തെ. ആമേൻ. അപ്പൊ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോ രൂത്ത് ആരാ? ഒരു വിദേശിയാണ്, ഒരു വിധവയാണ്, ഒരു മോവാബിയ സ്ത്രീയാണ്, ഇസ്രായേൽ കുടുംബത്തിൽ അന്യയാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ച് ദൈവം അവളെ ബോവസിന്റെ ഭവനത്തിലാക്കി. കരയുയർത്തുന്ന സ്തോത്രം ചെയ്യാം. ഇസ്രായേൽ കുടുംബത്തിലാക്കി. കാരണം നമ്മളെ വചനം വായിക്കുമ്പോൾ ആമേൻ, ഇസ്രായേലിലെ മൂപ്പന്മാർ, ആമേൻ, സകല ജനവും കേൾക്കെ പറഞ്ഞ രൂദ്ര പുസ്തകം 4:11 വരുമ്പോൾ, ഞങ്ങൾ സാക്ഷികൾ തന്നെ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ആമേൻ, യേശു കർത്താവിന്റെ കുടുംബത്തെ ദൈവം അവിടെ ആക്കി. അവിടെ കൊണ്ട് ദൈവം നിർത്തിയില്ല, യേശു കർത്താവിന്റെ വംശാവലി പട്ടികയിലാക്കി. അവൾ ആദ്യം മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വന്നത് ഏകയായിട്ടാണ്. അവൾക്ക് ആശ്രയം അമ്മായിമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അമ്മായിമ്മ എപ്പോ വേണേലും അറ്റാക്ക് വന്ന് 3 പേര് പോയില്ലേ മോവാബിൽ വെച്ച്? 2 മക്കളും പോയി, പിന്നെ ഭർത്താവും പോയില്ല. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞാൽ 3 പേര് പോയില്ലേ? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 3 പേരുടെ ബോഡി കണ്ടിട്ടല്ലേ അവിടെ വന്നേ? ഇത്രയും നാളൊന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നതല്ലേ? ഇത്രയും നാൾ ദൈവത്തെ വിളിച്ചോണ്ടിരുന്നതല്ലേ? ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ബാക്കിയുള്ളവർ പോയില്ലേ? ഇനി ആകെ അവശേഷിക്കുന്ന ആരാ? നവോമി മാത്രമേ ഉള്ളൂ, അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മായിമ്മയ്ക്ക് പ്രായമായി, മനോവ്യസനത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ജീവിതം മുഴുവൻ കയ്പ് നിറഞ്ഞിരിക്കുന്ന സ്ത്രീയാണ്. അവള് പറഞ്ഞ സർവശക്തൻ എനിക്ക് കയ്പ് തന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മാനസികമായ സംഘർഷത്തിൽ ജീവിക്കുന്ന ആ ഒരു സഹോദരി
ഏത് സമയം അറ്റാക്ക് വന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. എവിടുന്നാ വന്നിരിക്കുന്നേ? മോവാബിൽ നിന്ന്. മോവാബിൽ നിന്ന് പറയുമ്പോൾ ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ, പലരും ഉണ്ട്. പലരും പറഞ്ഞു, ഈ അമ്മായിമ്മ നോക്കി പോകരുത് കേട്ടോ, ജീവിതം കട്ടപ്പോകയാകും. പലരും പറഞ്ഞിട്ടുണ്ട്, നീ വിശ്വാസത്തിലേക്ക് പോകരുത് കേട്ടോ, ജീവിതം കട്ടപ്പോകയാകും, അടക്കാൻ സെമിത്തേരി പോലും ഇല്ലെന്ന് പലരും പറഞ്ഞു കാണും. പക്ഷെ നമ്മൾ ഇതിലേക്ക് വന്നത് സെമിത്തേരി നോക്കിയല്ല വന്നത്. നമ്മൾ വന്നത് ജീവിക്കാൻ, ക്രിസ്തുവ് ജീവിക്കാൻ. മരിക്കാൻ വന്നവരാരും ഇവിടെ ഇല്ല. മരിച്ചു കഴിഞ്ഞ് എവിടെയോ അടക്കട്ടെ, നമുക്കത് വിഷയമല്ല. പക്ഷേ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിൽ നാം മരിച്ചു പോയെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. എവിടെയാണ് ഉയർത്തെഴുന്നേൽക്കും? കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വന്നാൽ ആരുമില്ല നമുക്ക് ആശ്രയം. എല്ലാവരും പറഞ്ഞു പോകല്ലേ, പോകല്ലേ, പോകല്ലേ. എല്ലാവരും ബന്ധുക്കളെല്ലാം പറഞ്ഞു പോകല്ലേ. പക്ഷെ എന്നാലും ഓർപ്പയും രൂത്തും കൂടെ പോന്നു. നമ്മുടെ വാക്കുകൾക്കൊന്നും അവരെ തടയാൻ പറ്റി. പക്ഷെ പകുതി കുറച്ചിങ്ങോട്ട് വന്നപ്പോ മോവാബിൽ നിന്ന് പിരിയാൻ നേരത്ത് അമ്മായിയമ്മ പറഞ്ഞു, മോളെ, എനിക്കിനി കുറച്ചു കാലം കൂടെ മാത്രമേ ഉള്ളൂ, ഞാൻ എപ്പം മരിക്കുമെന്ന്. നിങ്ങള് വീട്ടിലാണെങ്കിൽ എൻ്റെ ശൈലി പറയാണ്, അമ്മ മോവാബിലാണെങ്കിൽ ചിറ്റപ്പനുണ്ട്, കൊച്ചപ്പനുണ്ട്, വല്യപ്പനുണ്ട്, പിന്നെ പാപ്പനുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, അമ്മാച്ചനുണ്ട്, അമ്മാവിയുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവിടെ വന്നാൽ ഞാൻ മാത്രമേ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത്, നിങ്ങൾ പോകുന്നതാണ് നല്ലത് പറഞ്ഞപ്പോൾ ഓർപ്പ ചിന്തിച്ചു, ബുദ്ധിയോട് ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഞാൻ ഏകാഗിയായിട്ട് ഈ അമ്മായിയമ്മയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചിട്ട് അമ്മായിയമ്മക്ക് വല്ലതും പറ്റിയാൽ ഞാൻ ഏകാഗിയായി പോകും, അതുകൊണ്ട് തിരിച്ചു പോകുന്നത് ആ ബുദ്ധിയെന്ന് അവൾ ചിന്തിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. നോക്കി, പിന്മാറ്റത്തിൽ പോകുന്നതിന് ഒരു കരച്ചിലുണ്ട്. എന്തായാലും പിന്മാറ്റത്തിൽ പോകുന്നതിനും ഇവിടെ കരഞ്ഞ അഭിനയിക്കുന്നത്. സന്തോഷത്തോടാണ് അഭിനയിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ് അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്ത് അവളോട്, ഏകാഗിയായ അമ്മായിയമ്മയോട്, രണ്ടുപേരും വിധവന്മാരാ, ഏകാഗിയായ അമ്മായിയമ്മയോട് ഏകാഗിയായ മരുമോൾ രൂത്ത് എങ്ങനെയാ വചനത്തിൽ വായിക്കുന്ന? പറ്റി നിന്നു. കരകെട്ടുന്ന സ്തോത്രം ചെയ്താട്ട് നിന്റെ ജീവിതത്തിനകത്ത് ഏകാന്തതയും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ ദൈവത്തിന് പൈതലേ, നീ കർത്താവിനോട് പറ്റി ദൈവജനത്തോട് ചേർന്നിരിക്കണം. ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ സഭ വിട്ടിട്ട് പോവുകയല്ല, പ്രയാസങ്ങൾ വരുമ്പോൾ സഭയിൽ നിന്ന് അകലം കാണിച്ചു പോവുകയല്ല. ഹല്ലേലൂയ. നീ സഭയോട് ചേർന്നിരിക്കണം. കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയുണ്ട്. നിന്റെ കഷ്ടതയുടെ സമയത്ത് നിനക്ക് വേണ്ടി ഓടി വരാൻ, ഞാൻ എന്നെ ഉദ്ദേശിച്ച് പറയുന്നല്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നിന്റെ ഒരു പാസ്റ്റർ ഉണ്ടായിരിക്കും, ഒരു പാസ്റ്റാന്റി ഉണ്ടായിരിക്കും, നിനക്ക് ഓടി വരാൻ. നിന്റെ വീട്ടുകാരെത്തുന്നതിന് മുമ്പ്, ഒരുപക്ഷെ പിതാവ് എത്തുന്നതിന് മുമ്പ്, സഹോദരങ്ങൾ എത്തുന്നതിന് മുമ്പ് ഓടി വരാൻ നിന്റെ സഭയിലെ പാസ്റ്റായിരിക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മുടെ ദൈവജനമായിരിക്കും ഓടി വരാനുള്ളത്. മറ്റുള്ളവരെല്ലാം അകലം വിട്ട് മാറും. കാരണം പോക്കറ്റിൽ കാശിറക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ പലരും അകന്നു മാറും. ചേട്ടൻ അമ്മയെ ആശുപത്രിക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലടാ, പെട്ടെന്ന് വാടാന്ന് ചേട്ടനോട് പറയുമ്പോ ചേട്ടൻ പറയടാ, എനിക്ക് കുറച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ പറ്റത്തുള്ളൂ, നീ പെട്ടെന്ന് കൊണ്ടുപോകും. കാരണം ആശുപത്രി അവിടെ ചെല്ലുമ്പോൾ ബില്ലടക്കാനൊക്കെ കാശ് കൊടുക്കണ്ടേ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാലും 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി പോകുള്ളൂ. ആശുപത്രി ചെല്ലുമ്പോൾ കാശ് അടയ്ക്കണം. സഭയിലെ പാസ്റ്റർ പുള്ളിയുടെ 1 പൈസ പോലും ഇല്ലെങ്കിലും പുള്ളി അവിടെ വരും. ഇനി വേറൊരു വിഷയം, പുള്ളിക്ക് കൊടുക്കാൻ 1 പൈസ പോലും ഇല്ലെങ്കിലും നാട്ടുകാർ വരുന്നതും വീട്ടുകാർ വന്നതും വരുന്നവരൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മുടെ പാസ്റ്റർ വന്നു, അപ്പം വന്നെന്ന് ചോദിക്കത്തില്ല, അമ്മ വന്നെന്ന് ചോദിക്കത്തില്ല, സഹോദരങ്ങൾ വന്നെന്ന് ചോദിക്കത്തില്ല, പാസ്റ്റർ വന്നായിരുന്നോ? ശരിയല്ല ഞാൻ പറഞ്ഞേ. കരു കേൾക്കുന്ന സ്തോത്രം ചെയ്താണ്. സഭയോട് ചേർന്നിരിക്കണം. ഇവിടെ ഏകാഗിയായിരിക്കുന്ന രൂത്ത് നവോമിയോട് ചേർന്ന് നിന്നു.
കാരണം സഭയോട് ചേർന്ന് നിൽക്കുമെന്ന് പറയുമ്പോൾ ആമേൻ അതിന് പറയുന്നൊരു വാക്ക് ഉണ്ട്. ആമേൻ നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെ തന്നെ ദൈവന്റെ അടുക്കൽ പടകിപ്പോയല്ലോ, നീ നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അതിന് രൂത്ത് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അതാ ഞാൻ പറഞ്ഞ സഭയോട് ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞ അടുത്ത വാക്കൂടെ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ യഹോവയുമായിട്ട് എന്ത് പരിചയമൊക്കെ. അമ്മായിയമ്മയും കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കേട്ടു, പക്ഷെ വല്ലതും നടന്നോ? മോൻ മരിക്കാൻ കിടക്കുമ്പോ പ്രാർത്ഥന അമ്മായിമ്മ പ്രാർത്ഥിച്ചു. അമ്മായിപ്പം മരിക്കുന്ന സമയത്ത്, ഭർത്താവ് മരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, താവേ ആയുസ്സിന്റെ മധ്യ ജീവൻ എടുക്കല്ലേ. പ്രാർത്ഥന കേട്ടോ? ഈ യഹോവയോടല്ലേ പ്രാർത്ഥിച്ചേ? നിങ്ങൾ എന്റെ ഒപ്പം പറഞ്ഞു. സമയം പോയത് ഞാൻ പെട്ടെന്ന് നിർത്തുക. അപ്പോൾ ഒത്തിരി കാര്യങ്ങളിലൂടെ ചിന്തിക്കാനുണ്ട്, പക്ഷെ നിർത്തുക. അപ്പൊ പ്രാർത്ഥിക്കുക, ആയുസ്സിന്റെ മധ്യ എന്റെ ഭർത്താവിന് ജീവൻ എടുക്കരുതേ. പക്ഷെ ജീവൻ പോയില്ലേ? മക്കള് മരിക്കുമ്പോഴേ മരുമക്കളുണ്ട്, ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അമ്മായിയമ്മ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാ. ഹോവേ 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 പ്രാർത്ഥന കേട്ടോ? മക്കൾ രണ്ടുപേരും മരിച്ചു. ഈ ദുരനുഭവം അല്ലേ അവർക്കുള്ളത്? ഈ നമ്മൾ പറയുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, കടഭാരത്തെ മാറ്റുന്ന ദൈവം, വീട് തരുന്ന ദൈവം, സൗകര്യങ്ങൾ തരുന്ന ദൈവം, നമ്മൾ ഉയർത്തുന്ന ദൈവം ജയാളിയായ ദൈവമാണ്. സകല പ്രാർത്ഥനയ്ക്കും ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്കും കൂടെ മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് കൂടെ മറുപടി തരുന്ന ദൈവമാണെന്ന് പറയുന്നതാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് വല്ല മറുപടി കിട്ടിയവരുണ്ടവരെ അതൊന്നും വേണ്ടുന്നില്ലല്ലോ. ക്ഷാമം മാറണേന്ന് പ്രാർത്ഥിച്ചു, മാറിയോ? അവസാനം പോവുക. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ടിപ്പറിനകത്ത് ഒരു വലിയ വണ്ടിക്കകത്ത് സോഫ സിറ്റി ഉണ്ടായിരുന്നു, ദിവാക്കോട്ട് ഉണ്ടായിരുന്നു, പിന്നെന്തുണ്ടായിരുന്നു, എനിക്കെല്ലാം ഓർമ്മ കിട്ടാത്തതുകൊണ്ട് വലിയ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, വലിയ വലിയ കോസരി ഉണ്ടായിരുന്നു, എന്തെല്ലാം സൗകര്യങ്ങളാണ്. ഗ്യാസിന്റെ 3 അടുപ്പ്, മറ്റു സൗകര്യങ്ങൾ എന്തെല്ലാമായിട്ടാ വന്നത്. താമസം മാറി പോവുക. എങ്ങോട്ട് പോവാ? മോവാബിലേക്ക്. തിരിച്ചു പോകുമ്പോ ഒന്നുമില്ല. 2 തുണിക്കെട്ട് മാത്രം. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. 2 തുണിക്കെട്ട് മാത്രം. പിന്നെ ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? എന്താ അനുഭവം ഉള്ളത്? ഈ വേദനയുടെ അനുഭവത്തിലും അവൾക്കറിയാം ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം ചെയ്താട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്, എന്നെ തള്ളിക്കളയാത്ത ദൈവമാണ്. ഇപ്പോൾ കയ്പിന്റെ അനുഭവത്തിലൂടെ പോകുന്നെങ്കിലും മാറായി മധുരമാക്കുന്ന ദൈവമാണ് ഈ ദൈവം. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവത്തിന്റെ വൈദ്യരെ, ഇതിന്റെ കയ്പിന്റെ അനുഭവങ്ങളിൽ, ഇതിന്റെ വേദനയുടെ അനുഭവങ്ങളിൽ ഈ ദൈവത്തെ നീ മറക്കരുത്. ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവം. ദൈവം രൂത്തിന് ഒരു കുടുംബം നൽകി, ബോവസിനെ ദൈവം നൽകി, ഒരു ജനത്തെ നൽകി. ആ ജനത്തെ നിന്റെ ദൈവം, നിന്റെ ജനം ഈ ദൈവ കുടുംബത്തിൽ അംഗമായി. അവിടെ കൊണ്ട് തീർന്നോ? യേശു കർത്താവിന്റെ വംശാവലി പട്ടികയിൽ ആ കുടുംബത്തിലും രൂത്തിനെ ദൈവം കയറ്റി വെച്ചു. കാര്യങ്ങൾ സ്തോത്രം ചെയ്താട്ട് ഏകാകികളെ ഏതൊക്കെ കുടുംബത്തിലാക്കി ദൈവം. നമ്മൾ ചിന്തിച്ചു നോക്കി. മോവാബിൽ നിന്ന് വന്നവളെ ആദ്യം ബോവസിന്റെ കുടുംബത്തിലാക്കി. കുടുംബത്തിലായിരുന്നല്ലോ. അവിടെ നിന്ന് പിന്നെ അടുത്ത കുടുംബം ഏതാ? ആ ജനത്തിന്റെ കുടുംബത്തിലാക്കി, അല്ലെ? ആ നാട്ടിൽ ബേത്ലഹേമില് ഉള്ള ജനത്തിന്റെ ഒരു അംഗമാക്കി അവിടെ മാറ്റി.
അവിടെ കൊണ്ട് തീർന്നോ? ദൈവജനത്തിലെ കുടുംബത്തിൽ അംഗമാക്കി ദൈവം മാറ്റി. അവിടെ കൊണ്ട് തീർന്നോ? യേശു കർത്താവിന്റെ കുടുംബത്തിലെ ആമേൻ വംശാവലി പട്ടികയിൽ യൂത്ത് എന്ന പേര് തങ്കലിപികളിൽ എഴുതപ്പെട്ടു. ഹല്ലേലൂയ. കരങ്ങളിലെടുത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ പൈതലേ, നീ ഏകാക്കിയെ പോലെ നീ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നീ ഉറച്ചു നിന്നാൽ ദൈവം നിന്റെ പേര് തങ്കലിപികളിൽ എഴുതിയിരിക്കും, സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിർത്തുക. നമ്മള് ഒറ്റ വിഷയത്തിൽ പോയില്ല. ഏത് വിഷയത്തിലാ പോകാത്തെ? ആ വാക്യം എങ്ങനെയായിരുന്നു? അവൻ ബദ്ധന്മാരെ വിടുവിച്ച്, അത് നമുക്ക് എന്നെങ്കിലും ചിന്തിക്കാൻ കർത്താവ് പറയാൻ താമസമാണ്. എല്ലാം കൂടെ ചിന്തിച്ച് എല്ലാം കൂടെ ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞാൽ നിർത്താം. സൗഭാഗ്യത്തിലാക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പത്തിലാക്കുന്നവന് മാത്രമല്ല, നമ്മൾ ദൈവം നിന്നെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ട് പഴയ വീട്ടിൽ തന്നെ താമസം, പഴയ പോലെ അങ്ങനെ കഴിഞ്ഞു പോകും, ഇങ്ങനെ അങ്ങ് പോവുക. പിന്നെ കുഴഞ്ഞിങ്ങനെ പുറകോട്ട് വരുന്നതല്ലാതെ പിന്നെ ഒരു ഉയർച്ച കാണുന്നു. ശരീരമാണെങ്കിൽ രോഗം, ഇന്ന് ഈ രോഗമാണെങ്കിൽ നാളെ വേറെ രോഗം. മൊത്തം പ്രശ്നങ്ങളാണ്. ആമേൻ. പിന്നെ അപ്പൊ അവിടെ വീട്ടിൽ ഒന്നുമില്ലല്ലോ, കുറച്ച് പൈസയുണ്ടല്ലോ, നല്ലൊരു വീടുണ്ട്, 2 നില വീട്, ചെറുക്കന്മാർ അവിടെ ഇവിടെയൊക്കെയാണ്, നല്ല സൗകര്യം, അവക്കെന്തിനാ കുറവ്? പ്രൈസ് ദി ലോർഡ്. അല്ല, അവനെന്താ കുറവ്? നമ്മൾ നോക്കുന്ന ഈ സൗഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്താണ്. പക്ഷെ വേദപുസ്തകത്തിലെ സമ്പത്ത് സൗഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല, ആമേൻ, സമാധാനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിനകത്ത് സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലേ നീ സൗഭാഗ്യത്തിലാണ്. ദൈവത്തിന്റെ ഒരു സുരക്ഷ, ദൈവത്തിന്റെ നിർത്തുന്നുണ്ട്, പെട്ടെന്ന് നീ പോയി കവിവാക്യത്തെ നിർത്തുകയാണ്. ദൈവത്തിന്റെ സംരക്ഷണം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് സൗഭാഗ്യമാണ്, ഒരു സന്തോഷം. ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടതയിലും പാട്ടുപാടി ആനന്ദിക്കാനുള്ളൊരു കൃപ നിനക്കുണ്ടെങ്കിൽ അത് സന്തോഷം. ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നിരാശപ്പെടാതെ എപ്പോഴും ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അത് സൗഭാഗ്യമാണ്. അനേകർക്കില്ലാത്ത ഒന്നാണ് പ്രത്യാശ. നിനക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ നീ സൗഭാഗ്യത്തിൽ തന്നെയാണ്. അടുത്തത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആമേൻ, ലക്ഷ്യം അതാണ്. ഏതാ ലക്ഷ്യം? അവിടെയാ ലക്ഷ്യം. ഇവിടുത്തെ ലക്ഷ്യമെല്ലാം പോകുമെന്നേ. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞു, നമ്മൾ വലിയ വീടൊക്കെ പണിത് ജീവിതകാലം മുഴുവൻ ലോണടച്ച് നമ്മളെ കാട്ടപ്പെട്ട് നമ്മുടെ നട്ടല് മുഴുവൻ ഇളകി വീണുണ്ടാക്കുന്ന വീട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒന്നിലാം മക്കൾ ആ വീട് ഉപേക്ഷിച്ചു. പിന്നെ നമ്മൾ അതിനകത്ത് നമ്മളും ഒരു പട്ടിയും ഒരു പൂച്ചയും ഒരു മൊബൈലുമായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ വീട്ടിനകത്താണ്. മരിച്ചാൽ ആമേൻ. അതുകൊണ്ട് എല്ലാ ദിവസവും വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് മക്കൾക്കൊക്കെ അയക്കണം. കാരണം എന്തിനാണെന്നറിയാമോ? നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്നതിന് ഒരു തെളിവാണ്. ഒരു ആമേൻ, ഗുഡ് മോർണിംഗ് മക്കളെ, ഒരു മെസ്സേജ് അയക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ. അതുപോലെ തന്നെ തിരിച്ചും അപ്പന്റെ അമ്മയുടെ മെസ്സേജ് വന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കണം ഇന്നെന്തോ അവിടെ സംഭവിച്ചിട്ട്. എത്രയെടുത്ത് സംഭവിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. മാതാപിതാക്കള്, അല്ലെ അമ്മ, അപ്പൻ ഒറ്റക്ക് താമസിക്കുന്ന വീട്ടിനകത്ത് കസേരക്കകത്ത് ഒരു അനക്കം പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്തോ പറ്റുന്നറിയാൻ വേണ്ടി മക്കൾ വന്ന് നോക്കുമ്പോൾ പുള്ളി അസ്ഥികൂടമായിട്ടിരിക്കുകയാണ് അതിനകത്ത് കസേര. പോട്ടെ. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് നിന്റെ ലക്ഷ്യം
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വീട് അവർ ഇടിച്ചു പൊളിച്ച് ഇന്നത്തെ ഭാഷനല്ല, ഇന്നത്തെ ഇന്ന് എപ്പോഴും ഒരു വാക്ക് ഞാൻ പലരും പറയാറുണ്ട്. എന്തോ ആ വാക്ക് എന്നുള്ളത് ഞാൻ അന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ ആ വാക്കുകൾ പൊതുവെ ഉപയോഗിക്കാറില്ല. ഇന്നത്തെ ഒരു വീടൊക്കെ പണിയുമ്പോൾ ആൾക്കാർ പറയത്തില്ലേ, എന്തോ അതിന് പറയുന്നേ, ഇന്നത്തെ ഇതല്ല, അത് പഴയ ഒന്നാണെന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അത് ഇന്നത്തെ മോഡലല്ല, മോഡൽ എന്നല്ല പറയുന്നത്, ഇന്നങ്ങനൊന്നും അല്ല പണിയുന്നത്. അത് പണ്ടത്തെ നിലയാണ്, പണ്ടത്തെ രീതിയാണ്. ഇതൊരു വാക്ക് പറയും. നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന, നമ്മളെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു തുള്ളി നല്ലൊരു നാരങ്ങാവെള്ളം പോലും കുടിക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടൊക്കെ നമ്മുടെ തലമുറ വരുമ്പോൾ അതെല്ലാം JCB കൊണ്ട് ഇടിച്ചു പൊളിച്ച് വേറൊരു വീട് വെക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. ഏത് ICU കിടന്നാലും നമ്മുടെ ശരീരമൊന്നും പണിയാനൊന്നും പറ്റില്ല. ഡോക്ടർമാർ എത്ര പണിതാലും ഇവിടം വരെ ഉള്ളൂ. അതിലൊക്കെ അപ്പുറത്തെ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ചോദിക്കും വെന്റിലേറ്റർ അങ്ങ് മാറ്റിയേക്കട്ടെ. ഇപ്പൊ പറയും മൂത്ത മോനെ കാനഡയിൽ നിന്ന് വരാനുണ്ട്, എന്നിട്ട് മാറ്റിയാണ്. അതുവരെ ഈ പിതാവ് ഈ വലിയ കുഴലും കടിപ്പിച്ച് ഇങ്ങനെ കിടന്ന് കണ്ണുനീരൊഴുക്കി കിടക്കുകയാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അവിടെയാണ്, വാഗ്ദത്തദേശമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായാലും ദൈവത്തിന്റെ വൈദ്യരെ നമ്മൾ കുറിവാക്യം പോലെ, നീ ഒരു ഏകാകിയെ പോലെ, നീ ഒരു വേദനയുടെ നടുവില്, നീ ഒരു പ്രയാസത്തിന്റെ നടുവില്, നീ ഒരു കഷ്ടപ്പാടിന്റെ നടുവില് നീ കടന്നു പോകുമ്പോഴും നിന്റെ കൂടെ ഉള്ള ഒരു കർത്താവുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ കേട്ടതായിരിക്കും തിരുവചനത്തെ നമ്മൾ ഒന്നുകൂടെ ഓർക്കുമ്പോൾ, വീട്ടിൽ എല്ലാവരും ഉണ്ടായിട്ടും കുടുംബത്തിൽ ഒരു ഏകാകിയെ പോലെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, അവർ ശൂന്യതയുടെ അനുഭവങ്ങളാ എല്ലാവരും ഉണ്ട് വീട്ടിനകത്ത്. പക്ഷെ അതിന്റെ നടുവില് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഒരു ഏകാകിയെ പോലെ ആ കുടുംബത്തിനകത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ഒറ്റയ്ക്ക് ദൈവം വിടുന്നില്ല. നിന്റെ ഭവനത്തിനകത്ത് പാപബന്ധനങ്ങളുണ്ട്, ലഹരിയുടെ ബന്ധനമുണ്ട്, കടബാധ്യതയുണ്ട്, കുഞ്ഞുങ്ങള്, ഭർത്താവ്, സഹോദരങ്ങള് ഒക്കെ മദ്യപിച്ച് വീട്ടിനകത്തിരുന്ന് മദ്യപിക്കുന്നത് കാണുമ്പോൾ ഒരേകാകിയെ പോലെ കരയുന്നൊരു അനുഭവം. വീട്ടിനകത്ത് മദ്യപിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ കയ്യിലെ ഗ്ലാസ് താഴ്വീണ് ഉടയുമ്പോൾ നിന്റെ ഹൃദയമാണ് തകർന്നു പോകുന്നത്. ആ സമയത്ത് നീ വേദനയോടെ നെഞ്ചത്തെ കൈവച്ച് നാഥാ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ഒറ്റയ്ക്ക് വിടാത്ത സർവശക്തനായിരിക്കുന്ന ദൈവം നിന്റെ ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോൾ, നിന്റെ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിച്ചതായ 68-ാം സങ്കീർത്തനം എഴുതപ്പെട്ടത്, നമ്മൾ വായിച്ചതായ 6-ാമത്തെ വാക്യം എഴുതപ്പെട്ടത്, നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ വിഷയങ്ങൾക്ക് അതിനകത്ത് പരിഹാരമുണ്ട്. ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് മാത്രമല്ല, നിന്റെ കഷ്ടതയുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. മിസ്രയീമിൽ നിന്ന് വന്ന ദൈവജന മുമ്പിലൂടെ ജനത്തിന് മുമ്പിൽ നിൽക്കുന്ന ദൈവം, പുറകിൽ നിൽക്കുന്ന, മുമ്പിൽ നയിക്കുന്ന ദൈവം മാത്രമല്ല, നിനക്ക് വേണ്ടി പുറകിൽ ഇറങ്ങി വന്ന് നിന്നെ സംരക്ഷിക്കുന്ന ദൈവം. മിസ്രയീമിലെ സൈന്യം പിന്നാലെ വരുമ്പോൾ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനും മേഘസ്തംഭവും പുറകെ നിൽക്കുന്ന ശത്രു സംഹരിക്കാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി പുറകിൽ വന്ന് നിൽക്കുന്നതായിരിക്കും ദൈവം. സിംഹാസനത്തിൽ മാത്രം ഇരിക്കുന്ന ദൈവമല്ല, നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്ന ഇടത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകാഗിയായിട്ട് കഴിയേണ്ടവളെ കുടുംബത്തിലാക്കി വെച്ച്, നമ്മൾ ഇതിന്റെ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, ദൈവം അതാക്കി വെച്ചു. മിശിഹായുടെ കുടുംബത്തിൽ പോലും, ദാവീദിനെ കുടുംബത്തിൽ പോലും എണ്ണപ്പെടാത്ത ദാവീദിനെ മിശിഹായുടെ കുടുംബത്തിൽ പോലും എണ്ണപ്പെട്ട് രാജ കുടുംബത്തിലാക്കി വെച്ച സർവശക്തനായ ദൈവം ഏകനായി പാട്ടും പാടി വനത്തിലൂടെ നടന്ന് ആടിഞ്ഞെത്തിച്ച് നടന്നതായ ദാവീദിനെ ദൈവം കുടുംബത്തിൽ വസിക്കുവാനാക്കിയതുപോലെ ഈ ദിവസങ്ങൾ ദൈവം തന്നെ കുടുംബത്തിനകത്ത് ഒരു തങ്കലിപിക്കകത്ത് എന്ന് ഓർക്കുന്ന, തലമുറകൾ ഓർക്കുന്ന, സഭക്കാരെ ഓർക്കുന്ന
ദേശം ഓർക്കുന്ന ഒരു ആത്മീയ പൈതലാക്കി ദൈവം നിന്നെ ഉയർത്തും. ദേശത്ത് നീ അന്യപ്പെട്ടതുപോലെ, നിന്റെ ഭവനത്തിൽ പക്ഷെ അന്യപ്പെട്ടതുപോലെ ഈ ഭവനത്തിൽ പെട്ടതെന്ന് പറയാൻ നിന്നെ കുറിച്ച് ആളുകളിൽ ഒന്നുമില്ലായിരിക്കുക, ചേർത്ത് പിടിക്കാൻ ആളില്ലായിരിക്കുക, ഈ കുടുംബത്തിൽ അഭിമാനമാണ് എന്ന് നിന്നെ കുറിച്ച് പറയാൻ ആരുമില്ലായിരിക്കുക. ദൈവത്തിന്റെ വൈദ്യല് നീ ആ കുടുംബത്തിന്റെ തങ്കലിപ്പികളിൽ എഴുതപ്പെടുന്നതായ ഒരു ദിവസം ഉണ്ട്. നിന്നെ അംഗീകരിക്കുന്നില്ല, ഭാര്യ അംഗീകരിക്കുന്നില്ല, മക്കൾ അംഗീകരിക്കുന്നില്ല, ഭർത്താവ് അംഗീകരിക്കുന്നില്ല. നീ കഷ്ടപ്പെടുന്നതിന് തക്കതായ ഒരു അംഗീകാരം നിന്റെ കുടുംബത്തിൽ നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിന്നെ അംഗീകരിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, അതുകൊണ്ട് നീ പരിഭ്രമിക്കണ്ട, നീ വേദനിക്കണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് രാത്രി ഇന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഏകയല്ല, ഞാൻ ഏകനല്ല. ഞാൻ എന്റെ കുടുംബത്തിൽ ഒരുപക്ഷെ ഒരു ഏകയെ പോലെ ഞാനായിരുന്നാലും എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ സഭയോട് പറ്റി നിൽക്കുക. ദൈവദൂത്ത് നവോമിയോട് പറ്റിച്ചതുപോലെ നിന്റെ ദൈവം നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്നതുപോലെ നവോമിയോട് ചേർന്നതുപോലെ ആ ജനത്തോട് ചേർന്നതുപോലെ ഈ നാളുകൾ ദൈവസഭയോടുകൂടെ നീ ഒരുമിച്ച് ചേർന്ന് നിൽക്ക്. ദൈവസഭയോട് ചേർന്ന് നീ പ്രാർത്ഥിക്ക്, ദൈവസഭയോട് ചേർന്ന് നീ ഉപവസിക്ക്, ദൈവസഭയോടുകൂടെ ചേർന്ന് നീ കരഞ്ഞ് പ്രാർത്ഥിക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരിക്കൽ കൂടെ എല്ലാ നിരാശകളും ഒന്ന് മാറട്ടെ, എല്ലാ നിരാശകളും ഒന്ന് മാറട്ടെ, എല്ലാ നെടുവീർപ്പുകളും ഒന്ന് മാറട്ടെ, എല്ലാ നിരാശകളും ഒന്ന് മാറട്ടെ, എല്ലാ വിഷമങ്ങളും മാറട്ടെ, എല്ലാ അടിത്തട്ടിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ദുഃഖങ്ങളൊന്ന് മാറട്ടെ, ദുഃഖം ഒന്ന് മാറട്ടെ. അടിത്തട്ടിൽ ആരോട് പറയാതെ അടുക്കി വെച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്, തുറന്നു പറയാതെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇതെല്ലാം രക്ഷകന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുറന്ന ചെറിയ ഭാഷകൾ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ദൈവം അനുഗ്രഹിക്കട്ടെ.